പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത്. ആൻഡ് ജീസസ് ഈസ് യുവർ ഫ്രീഡം. കർത്താവാണ് നിൻ്റെ സ്വാതന്ത്ര്യം. കർത്താവ് നിനക്ക് വേണ്ടി ഏത് നിമിഷവും നിൻ്റെ മേത്ത്, നിൻ്റെ ശരീരത്ത് ഒരു മണ്ണ് വീഴാതിരിക്കാൻ വേണ്ടി അവൻ അവസാന നിമിഷം വരെ ശ്രദ്ധിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പകരം ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ട് പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. സെൻറ്റ് പോൾ പറയുമേ, നിങ്ങളിലെ ക്രിസ്തു രൂപപ്പെട്ടു വരാൻ വേണ്ടി ഞാൻ ഇറ്റുനോവ് അനുഭവിക്കുകയാണെന്ന്. പ്രിസലാണ്. അപ്പോൾ ഞാൻ സെൻറ്റ് പോളിനോട് തിരിച്ചു പറയും, നിങ്ങളല്ല ആദ്യം ഇറ്റുനോവ് അനുഭവിച്ചത്. ഇറ്റുനോവ് അനുഭവിച്ച ഒരാളുണ്ട്, നിങ്ങളങ്ങനെ കണ്ടിട്ടില്ല. ആരാണത്? അമ്മയാ. ലോകത്തിലെ ക്രിസ്തു രൂപപ്പെട്ടു വരാൻ വേണ്ടി ആദ്യം ഇറ്റുനോവ് അനുഭവിച്ച ആളാണ് അമ്മ. ആ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ദൈവവേദലെ നീ ഉടമ്പടി ചെയ്യുമ്പോൾ നീയും മനസ്സിൽ അമ്മേ, അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെട്ടതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഈ ഉടമ്പടി വഴി ക്രിസ്തു രൂപപ്പെട്ടു വരണമേ. ഒന്ന് പ്രാർത്ഥിച്ച അമ്മേ, അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെട്ടു വന്നതുപോലെ ഈ ഉടമ്പടി ജീവിതം വഴി എൻ്റെ ഹൃദയത്തിലെ ക്രിസ്തു രൂപപ്പെട്ടു വരുവാൻ, ക്രിസ്തു വഴി ഞാൻ ലോകത്തെ ജീവിതത്തിൽ ജയിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വളരാൻ, ക്രിസ്തു എന്നിൽ രൂപപ്പെടുവാൻ കർത്താവേ അവിടുത്തെ ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുതിയ അനുഭവമായി തീർക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ, യേശുവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇനി സന്തോഷത്തോടെ എല്ലാവരും എഴുന്നേൽക്ക്. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകാൻ പോണ സമയമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. കർത്താവ് നല്ല നല്ല വചനങ്ങൾ നമുക്ക് നൽകി. രാത്രി വീട്ടിൽ പോയിട്ട് ആ വചനങ്ങൾ യൂട്യൂബിൽ ഒന്നുകൂടി കേൾക്കണമേ. സന്തോഷത്തോടെ എഴുന്നേറ്റോ. ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക ആൾക്കാരെ എല്ലാവരും. ഹാപ്പി ആയിരിക്കുക. നമുക്ക് കൃപാസനത്തിന് ഈശോ തന്ന ഒരു വലിയൊരു സമ്മാനമാണ്. ഒത്തിരി സമ്മാനം തന്നിട്ടുണ്ടേ. അതിലൊരു സമ്മാനമാണ് കൈവെപ്പ് പ്രാർത്ഥന. ഉടമ്പടി പ്രകാരമുള്ള കൈവെപ്പ് പ്രാർത്ഥന. നിങ്ങളെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ, രോഗാതുരമായ ഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടിയുടെ പഴയ ഒരു ജസ്റ്ററാണ് കൈവെപ്പ്. അച്ഛനിടയ്ക്ക് പറയാറുണ്ടത്, അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി റബേക്കയെ തിരക്കി ഫ്രിത്തിനെ വിടുമ്പോൾ അവനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന തുടയുടെ കീഴിൽ കൈവച്ചുകൊണ്ടാണ്. ഉടമ്പടിയുടെ ഒരു മാനറിസമാണ് കൈവെപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ കൈവെക്കാൻ പോകുന്നത് എവിടെയാണ്? നമ്മുടെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം നമ്മൾ കൈവെക്കുമ്പോൾ നമ്മൾ പറയണം, ഇത് ഞങ്ങൾ അങ്ങയോട് ചെയ്ത ഉടമ്പടിയുടെ അനുസ്മരണയിലാണ് ഈ കൈവെക്കണത്. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് നമ്മൾ കൈവെക്കണത്.
ഉദരവേദനക്കാർ ഉദരത്തിലെ കൈവെക്കേണ്ടതാണ്. ഉദരവേദന പലതരത്തിലുണ്ട്. ഒത്തിരിയേറെ സിസ്റ്റുകൾ, മുഴകളെല്ലാം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യാതെ പ്രാർത്ഥനാ സമയം പൊട്ടി ഒലിച്ചു പോയി സൗഖ്യപ്പെട്ടതും, മഹോദരം പ്രാർത്ഥനാ സമയം കരളിലെ ലീക്കേജ് ഇല്ലാതാവുകയും വയറ് ചൊട്ടിപ്പോയതും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ശരീരം ദൈവത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ശരീരം ദൈവത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ഒരു ശരീരത്തിൻ്റെ അവശത കൊണ്ട് നീ വേദനിച്ച് നിൻ്റെ സംയമനം നഷ്ടപ്പെട്ട്, നിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട്, നിൻ്റെ ജീവിതം അലങ്കൂലമാകാൻ ദൈവം ആഗ്രഹിക്കണില്ല. ബേസിക്കായിട്ട് അതാണ് രോഗശാന്തിയുടെ അടിസ്ഥാനങ്ങളിലൊന്ന്. കേവലം ഭൗതികമായ എൻറ്റിറ്റിയാണ് കൂടുതലായി രോഗശാന്തിക്കുള്ളത്. നീ സുഖമായി ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. നീ സന്തോഷമായി ജീവിക്കണം. അതുകൊണ്ടാണ് കർത്താവ് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയത്. ശവപ്പെട്ട് ചുമന്നുകൊണ്ട് പോയത് കണ്ടപ്പോൾ ആ വിധവയുടെ മകനാണെന്നുള്ള വിധവ പറഞ്ഞില്ല, ഞാൻ വിധവയാണ്, എൻ്റെ ഒരേ ഒരു മകനാണ് ഈ കൊണ്ടുപോണത്, ഇനി എനിക്ക് ആരുമില്ലെന്നൊന്നും ആ ചേടത്തി പറഞ്ഞില്ല. കർത്താവ് കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അവനൊരു മകനാണെന്നുള്ളത് ആര് മനസ്സിലാക്കി? കർത്താവ് സ്വയം മനസ്സിലാക്കി. ആ പുറവെ കരഞ്ഞുകൊണ്ട് വരുന്നത് വിധവയാണ്, അവൻ്റെ അമ്മയാണെന്ന് ആര് മനസ്സിലാക്കി? കർത്താവ് സ്വയം മനസ്സിലാക്കി. വിധവ കരയേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. യുവാവ് മരിക്കണതും കർത്താവ് അറസ്റ്റ് ചെയ്തു, പെൻഡിങ് വെച്ചു. അങ്ങനെ നിൻ്റെ മരണത്തെപ്പോലും സസ്പെൻഡ് ചെയ്യാനുള്ള കരങ്ങളാണ്, കൊടുങ്കാറ്റിനെ സസ്പെൻഡ് ചെയ്ത കർത്താവിൻ്റെ കരങ്ങൾ കൈയിടിച്ച് കർത്താവ് ചൊല്ലുക. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. അപ്പോൾ നീ നിൻ്റെ രോഗാതുരമായ സ്ഥലങ്ങളിൽ നിൻ്റെ കൈ വെക്കുമ്പോൾ നീ പറയരുത് എൻ്റെ കൈയാണെന്ന് പറയരുത്. പിന്നെ ആരുടേതാണ്? എൻ്റെ കർത്താവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ കൈയാണിതെന്ന്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കട്ടെ. പിസ്റ്റുല രോഗികൾ, നിർഭാഗ്യ സിസ്റ്റുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ കടുത്ത വേദനയും നിറ്റലുള്ളവർ, മൂത്രം വിട്ട് പോകുന്നവർ, ബ്ലഡ് വിട്ട് പോകുന്നവർ, വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ, എല്ലാ ലീക്കേജുകളും നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ജീവിതം മുഴുവനും സങ്കടകരമാക്കി കളയും. അതൊന്നും കർത്താവ് ആഗ്രഹിക്കണില്ല. രക്തസ്രാവ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവാണ്. ജീവനോടെ ദിവ്യത്താറയിലെ ദിവ്യകുർബാനയായി എഴുന്നള്ളിയിരിക്കുന്നത്. ഫിഷർ രോഗികൾ, പൈൽസ് രോഗികൾ, പിസ്റ്റുല രോഗികൾ എല്ലാവരും അടിവയറ്റിൽ കൈവെക്കട്ടെ. ഒരു നിമിഷം പറയുക, കർത്താവേ എൻ്റെ കൈയല്ല ഇത്, ഞാൻ നിൻ്റെ വിശ്വാസത്താൽ നിൻ്റെ കൈകളാക്കിയതിനെ രൂപാന്തരപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ഉടമ്പടിയുടെ ബലത്താൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജെസി ജോഷി. ഞാൻ മാന്നാർ കടുത്തുരുത്തി മാന്നാർ സെൻറ്റ് മേരീസ് ചർച്ച് അവിടെ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ ഒരു അനുഗ്രഹത്തെ പറ്റിയാണ്. ഞാനിവിടെ വരാനായിട്ട് കാരണം തന്നെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഓരോരുത്തരും എനിക്ക് പത്രം തരികയും ഞാൻ തുണിയും നൈറ്റി ചുരിദാറെല്ലാം കൊണ്ട് വീടുകളിൽ കൊടുക്കുവാണ്. അപ്പം ഞാൻ പോകുമ്പോൾ എല്ലാവരും എന്നോട് പറയും, മോളും എന്തായാലും പോകണല്ലേ, ഈ പത്രമൊക്കെ ഒന്ന് കൊണ്ട കൊടുക്ക്, ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറയും. അപ്പം ഞാൻ നല്ല സന്തോഷത്തോട്, ഞാൻ ഇവിടെ വന്നിട്ടില്ല എങ്കിലും സന്തോഷത്തോടു കൂടി മേടിച്ച് എല്ലാ വീടുകളിലും പോകുമ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോഴെല്ലാവരും എന്നോട് പറയും, എൻ്റെ ഈ പേപ്പർ തന്നവരെല്ലാവരും എന്നോട് പറയും, കൃപാസനത്തിൽ ഒന്ന് പോ, ഇത്രയും കഷ്ടത. എൻ്റെ വീട്ടിലാണെങ്കിൽ കടബാധ്യത 18 ലക്ഷത്തോളം രൂപ കടം. അതുപോലെ എൻ്റെ ഭർത്താവിന്
ഒരു തലയുടെ ഒരു ഓപ്പറേഷൻ, സുഷ്മന നാഡി ബ്ലോക്കായിട്ട് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് രക്ഷ കിട്ടൂല എന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷൻ നടന്ന് അത് കഴിഞ്ഞ് ആ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കടബാധ്യത കൊണ്ട് മുഴിഞ്ഞു, എല്ലാ പിള്ളേർക്ക് അസുഖങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും എനിക്ക് ഇവിടെ വരാനായിട്ട് ഇത് എനിക്കറിയില്ല. പക്ഷേ എന്നിട്ടും ഞാൻ പറയും, മാതാവ് എന്നെ എന്നാണെങ്കിലും ഒരു സമയത്ത് എന്നെ ഇവിടെ എത്തിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പോകണം എന്ന് ഞാൻ പറഞ്ഞ് പേപ്പറും കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ രണ്ടാമത് ഇവിടെ വരാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എർണിയയും കല്ലും ഉടനെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഉടനെ ഓപ്പറേഷൻ ചെയ്യണം, സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ പിള്ളേരെ എവിടെ കൊണ്ട് ആക്കും? സ്കൂള് പൂട്ടിയാൽ മാർച്ചിൽ പരീക്ഷ, അത് കഴിയാണ്ട് എനിക്ക് എങ്ങും കൊണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുവരെയും പിടിച്ച് നിൽക്കണം. എന്തായാലും ശരി, ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇനി എൻ്റെ ഭർത്താവിനെയായിട്ട് ഞാൻ ഓപ്പറേഷനാണെങ്കിൽ എന്തിനാണേലും പോകുള്ളൂ. അങ്ങനെ ഞാൻ 2024 മാർച്ച് 2-ാം തീയതി ഇവിടെ വന്ന്, ഉടമ്പടി എടുക്കാനല്ല വന്നതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്ന്. അപ്പം ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ഞാൻ അവിടെ പോയി ഉടമ്പടി എടുക്കാൻ ചെന്ന് ക്ലാസ് കൂടി ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും കേട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് 2-ാം തീയതി ഉടമ്പടി എടുത്ത് 3, 4, 5-ാം തീയതി എൻ്റെ ഭർത്താവിനായിട്ട് ഡേറ്റിന് വേണ്ടി, ഓപ്പറേഷൻ ഡേറ്റിന് വേണ്ടി ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ. അപ്പോൾ 2 സ്കാനിങ്ങിലും സീരിയസ് ആണ്, ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് സ്കാനിങ്ങിൻ്റെ അടുത്ത് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ 12 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സ്കാനിങ് 2 മണിക്കാണ്, അപ്പോൾ അടുത്ത ശനിയാഴ്ച റിസൾട്ടുമായിട്ട് വന്നാൽ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കാനിങ്ങിൻ്റെ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 14-ാമത്തെ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ അന്നേരം അവിടെ എല്ലാ 13 പേരും അവിടെ ഉണ്ട്. പക്ഷേ ഡോക്ടർ 2 മണിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ മാത്രമുണ്ട്, ഒരു മനുഷ്യനില്ല അവിടെ. അപ്പം ഞാൻ ഓർത്ത് ഞങ്ങളെ വിളിക്കണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ വിളിച്ചിട്ട് ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് സ്കാനിങ്ങിന് കയറ്റി. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടി 3 മണിക്ക്. അപ്പം ഞാൻ ഓർത്തു ഇനി അടുത്ത ശനിയാഴ്ച വരണ്ടേ, വന്ന് നമുക്ക് ഡേറ്റ് തരും. എന്നാലും ആ ഡോക്ടറെ കണ്ട മുറിയുടെ അതിലേക്കൂടെ ഒന്ന് നടക്കാം. മാതാവ് എന്നോട് പറയണ പോലെ എനിക്ക് തോന്നി. ഞാൻ അതിലേക്കൂടെ നടന്നു പോവുക. അപ്പോൾ അവിടെ ക്ലീനിങ്ങുകാർ മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ആ ഡോറൊന്ന് തുറന്നു നോക്കാമെന്നോർത്ത് തുറന്നപ്പോൾ അവിടെ അന്ന് കണ്ട എല്ലാ ഡോക്ടർമാരും അവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നാ മോളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് ഒന്ന് കാണിക്കാൻ, കയറി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറെ അടുത്തായിട്ട് ചെന്ന്. അപ്പോൾ ഡോക്ടർ ഇത് കണ്ടുവെച്ചാൽ എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡേറ്റിന് വേണ്ടി ഓപ്പറേഷനാണ്, അപ്പോൾ സാറ് എനിക്ക് 2 സ്കാനിങ്ങിൽ സീറ്റ്. അപ്പം അവർ ഇതിലൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ 2 സ്കാനിങ് കാണിച്ച, ആദ്യത്തെ 2 സ്കാനിങ്ങിലും സീരിയസ് ആണ്, ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ ഡോക്ടർ പറഞ്ഞു പക്ഷേ അത് ശരി, പക്ഷേ ഇപ്പം ഈ സ്കാനിങ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവാണ് എനിക്ക് അനുഗ്രഹം തന്നതെന്ന് ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് അതും എനിക്ക് എന്നിട്ടും എനിക്കൊരു സംശയം, ഇനി എന്താണെന്ന് ഒന്നും കൂടെ അറിയണമെന്നൊരു സംശയത്തിന് ഞാൻ അവിടെ നിന്ന് നേരെ വൈക്കത്തൊരു ഡോക്ടറെ വീട്ടിൽ ചെന്ന് ആ ഡോക്ടറെ കണ്ട്. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇനി അവിടെ വല്ല തെറ്റും പറ്റിയതാണ് എന്നറിയാൻ വേണ്ടി ഞാൻ ആ ഡോക്ടറെ വീട്ടിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറും അത് തന്നെ പറയണ് ശരിയാ, ഈ 2 സീരിയസ് ആണ്, പക്ഷേ ഈ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സമാധാനം, എൻ്റെ ദൈവമേ ഇനി ഓപ്പറേഷൻ ഇല്ലാണ്ട് എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറ്റിക്കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2ാമത് വെച്ചത് എനിക്ക് ഒരു ജോലി എന്നുവെച്ചാൽ കടത്തിൽ മുങ്ങിയിരിക്കുവാണ്. ഞാൻ ഈ തുണിയായിട്ട് പോകണം, എൻ്റെ പുള്ളി ഓട്ടോറിക്ഷ ഓടിക്കുവാണ്, ഒരു നിവൃത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരു 10,000 രൂപയുടെ ഒരു ജോലി എന്തെങ്കിലും എനിക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് ഗൾഫിൽ പോകണമെന്ന് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഉടനെ തന്നെ മാതാവ് എനിക്ക് UK, ഞാൻ ഒരു സ്വപ്നത്തിൽ ഓർക്കാത്തൊരു കാര്യമാണ്, പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് തന്നെ എനിക്ക് UK ഒരു ജോലി ശരിയാക്കി. എൻ്റെ മാതാവ് എന്നെ സ്വർഗത്തിൽ, ഇവിടെ ഞാൻ നരകത്തിൽ ഇന്ന പോലെ നിന്ന് എന്നെ സ്വർഗത്തിൽ എന്ന പോലെ എൻ്റെ മാതാവ് കൊണ്ടുപോയി, UK കൊണ്ടുപോയി. എനിക്ക് 40,000 രൂപ സാലറി കിട്ടി. എനിക്ക് 5 പൈസ ചിലവില്ല. എന്നെ കൊണ്ടുപോയത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോയത്. ടിക്കറ്റ് എടുത്തതും എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്ത്. ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല. അവർ കൊണ്ടുപോയത് എന്നെ ഒരു കുഞ്ഞിനെ നോക്കാനായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കണേലും സുഖമായിട്ട് പ്രാർത്ഥിക്കാൻ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അവിടെ എനിക്ക് ഫുൾ ടൈം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും
എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. അങ്ങനെ എനിക്ക് നല്ലൊരു ജോലി. ഇപ്പം എനിക്ക് UK നിന്ന് ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം ആയോളൂ. എനിക്ക് പനിയും ചുമയായിട്ടാണ് ഞാൻ വരാൻ വൈകിയത് സാക്ഷ്യം പറയാനായിട്ട്. അതുപോലെ തന്നെ കടബാധ്യതയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ തുണിയായിട്ട് മിക്ക വീടുകളിലും പോകും. അപ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാണ്ട് തന്നെ ഞാൻ ഒരു ടീച്ചറുടെ വീട്ടിൽ കയറും. അപ്പോൾ ആ ടീച്ചർ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അമ്മച്ചീനെ ഒന്ന് ആരും അവിടുത്തെ ജോലിക്കാർ വരാത്തപ്പോൾ അമ്മച്ചീനെ കുളിപ്പിക്കും. അപ്പം ഞാൻ പറയും കൂടാ. എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ കൂടിക്കൊടുക്കും. അങ്ങനെ എവിടെ പോയാലും ഞാൻ എന്ത് സഹായം ആര് ചോദിച്ചാലും അപ്പം ചെയ്തു കൊടുക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. പൈസ കൊണ്ടില്ലെങ്കിലും എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കടമാണ്. അതുപോലെ ടീച്ചർ ഒന്നും എന്നെ അറിയോ പോലുമില്ല. 2 ലക്ഷം രൂപ ടീച്ചർ എൻ്റെ കൈയിട്ട് എടുത്തു വെച്ച് വന്നിട്ട് പറഞ്ഞ് കൊണ്ട് ബാങ്കിൽ അടച്ചോളാൻ പറഞ്ഞാൽ ടീച്ചർ ഞാൻ സ്വപ്നത്തിൽ ഓർക്കാത്ത കാര്യങ്ങൾ തന്നെ മാതാവ് ഈ ആദ്യ ഉടമ്പടിയിൽ തന്നെ ഞാൻ എടുത്ത് ഉടമ്പടിയിൽ തന്നെ എനിക്ക് സാധിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചു പോലുമില്ല. പക്ഷെ ഉടനെ എനിക്ക് മാതാവ് ഇപ്പോഴും എനിക്ക് ഓരോന്നും നല്ല കാര്യങ്ങളെല്ലാം അവിടുത്തെ സഹായം എനിക്ക് തന്നുകൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 2 ലക്ഷം രൂപ ഞാൻ കൊണ്ട് ബാങ്കിൽ അടച്ച്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അത്രയും കാശ് കുറച്ച് കിട്ടിയല്ല എന്നുള്ള സമാധാനത്തിൽ ഞാൻ നിൽക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ കടബാധ്യത എനിക്ക് ഇങ്ങനെ കൂടി വന്ന് ഇപ്പം ടീച്ചറും തന്ന് അങ്ങനെ എനിക്ക് ജോലി കിട്ടിയ പൈസ അവരും എനിക്ക് അധികം പൈസ തന്ന് വിട്ട്. അപ്പം ഇന്നലെ ഞാൻ ബാങ്കിൽ പോയി തിരക്കിയപ്പോൾ അവർ പറഞ്ഞ് 3,80,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ കരഞ്ഞ് പറഞ്ഞപ്പോൾ അവരും 50,000 രൂപ കുറച്ച് തന്ന്. അപ്പോഴും 2,80,000 രൂപ അവിടെ അടയ്ക്കണമെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഞാൻ വീട്ടിൽ എൻ്റെ 2 ലക്ഷം ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ 80,000 രൂപ എവിടെ നിന്ന് കിട്ടും എന്നോർത്ത് നിന്നപ്പോൾ ഇന്നലെ ചേട്ടൻ്റെ കൂട്ടുകാരൻ വിളിച്ചും പറഞ്ഞ് എന്തായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 80,000 വന്ന് ഇന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് 80,000 രൂപ ഞാൻ ഇട്ട് തന്നേക്കാം എന്നും പറഞ്ഞ് അതും ഞങ്ങൾക്ക് സാധിച്ചു തന്ന്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമെന്ന് വെച്ച് ഞാൻ അവിടെ പോയെങ്കിലും എൻ്റെ ഭർത്താവും പിള്ളേരും ഓരോ അനാഥാലയങ്ങളിലൊക്കെ പോവുകയും അതൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പോണതിന് മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട പത്രം മേടിച്ച് എത്ര രാത്രിയാണ് ഞാൻ പെട്ടെന്ന് എനിക്കെല്ലാം റെഡിയായത്. എങ്കിലും ഞാൻ ആ രാത്രി തന്നെ ഇവിടെ നിന്ന് വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി മെഡിക്കൽ കോളേജിലുള്ളവർക്ക് എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം പറഞ്ഞ് തന്നെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എപ്പോഴും എന്താവശ്യത്തിനും അവർക്ക് മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്താവശ്യത്തിനും ആരും ചെയ്തു കൊടുക്കില്ല. അവരെ കുളിപ്പിക്കാനും എല്ലാ കാര്യത്തിനും എന്നെ ഏത് രാത്രി എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടിച്ചൊന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം അവർക്ക് ദേഹം മൊത്തം 12 മണിക്ക് രാത്രി എന്നെ വിളിച്ച് മോളെ ദേഹം മൊത്തം ചൊറിഞ്ഞ് എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റണില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ജോസ് ചേട്ടൻ ഗുളിക കഴിച്ച് കിടക്കണം. എന്നിട്ട് ചേട്ടനെയും വിളിച്ച് ഞാൻ രാത്രി 12 മണിയായപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് വിശുദ്ധ തൈലയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി കിടന്നുറങ്ങിക്കോ, ഒരു കുഴപ്പവും ചേച്ചിക്ക് ഉണ്ടാവില്ല, ഇനി ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പോലും വരില്ലെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെയും ആ ചേച്ചിക്ക് അസുഖം വന്നിട്ടില്ല. ആ ചേച്ചി ഇപ്പോഴും എന്നും എന്നോട് പറയും, എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. അതുപോലെ ഞാൻ UK പോയിട്ടാണെങ്കിലും അവരുടെ വീട്ടിൽ ഫങ്ഷനോ എന്തെങ്കിലും നടക്കുമ്പോൾ മലയാളികളെല്ലാവരും വരുമ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ അവരോടെല്ലാം ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയുകയും അവർ എന്നെ വിളിച്ച് ഓരോ കൊച്ചുങ്ങൾക്കും വയ്യായിക എന്ന് തലയ്ക്കൊക്കെ ഓപ്പറേഷൻ ചെയ്ത് ഓക്സിജൻ മാത്രം ഉപയോഗിച്ച് കിടക്കുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് അവരുടെ കൂട്ടുകാരൻ്റെ കൊച്ചാണ്. എന്നിട്ടും എന്നെ അവിടെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കും, വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കും, എല്ലാം ചെയ്ത് ആ കൊച്ചു ഇപ്പം നല്ല സുഖമായിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുവാനാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ തന്നെ എൻ്റെ കൊച്ചി ഇപ്രാവശ്യം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയേക്കുവാണ്. അപ്പോൾ അവൻ പഠിക്കും ഒരുമാതിരി, എങ്കിലും ഈ പ്രാവശ്യത്തെ പരീക്ഷ ഭയങ്കര പാടാണ്. അപ്പോൾ എന്നോട് വന്നിച്ചു. അപ്പം ഞാൻ എന്നും ഉപ്പും തൈലും ഞാൻ ഇല്ലായിരുന്നു ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ ഉപ്പും ഇതെല്ലാം കൊണ്ടുപോകണം, എന്നിട്ട് പേപ്പറിൽ ഇടണം, അന്നേരം എല്ലാം ഓർമ്മ കിട്ടും, കാശ് രൂപം കൊണ്ടുപോകണം. കൊച്ചതെല്ലാം കൊണ്ടുപോയി. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവന് പാടായിരുന്നു, അവനൊന്നും എഴുതാണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സാറ് പെട്ടെന്ന് വന്നേച്ചും പറഞ്ഞെന്ന് പറഞ്ഞ് എന്തെങ്കിലും അറിയണയൊക്കെ എഴുതി വെച്ചോളാൻ പറഞ്ഞു, പാടാണെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചോ. അവൻ പറഞ്ഞു ഞാൻ എല്ലാം എഴുതി മമ്മി. ആ നിമിഷം തൊട്ട് ഞാൻ പെട്ടെന്ന് എഴുതാൻ തുടങ്ങി. പക്ഷേ എഴുതി കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഞാൻ എഴുതിയതെല്ലാം ശരിയായിരുന്നു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ മാതാവ് എല്ലാം എൻ്റെ കുഞ്ഞിന്
പരീക്ഷയ്ക്ക് എല്ലാം നന്നായിട്ട് എഴുതാനുള്ള ഒരു അനുഗ്രഹം അവന് കൊടുത്ത്. അങ്ങനെ എൻ്റെ കുടുംബം ഇപ്പോൾ സന്തോഷിച്ച്. ഞാൻ കരഞ്ഞു നടന്ന ഞാനാണ്. പക്ഷേ ഇതൊരിക്കലും ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം മൊത്തം ഉപവാസത്തിലും ഞാൻ ഉപവാസം മുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ എന്ന് ഉടമ്പടി എടുത്ത അന്ന് തുടങ്ങി ഈ നിമിഷം വരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഞാൻ പോയേക്കണേ. എനിക്ക് അവിടെ ചെന്നിട്ട് ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകും. പക്ഷേ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പള്ളിയിൽ പോകും. എല്ലാ കാര്യവും ഞാൻ ചെയ്യാറുണ്ട്. ഇനി മുന്നോട്ട് എൻ്റെ കുടുംബം ഉടമ്പടിയിലൂടെ മാത്രം മുന്നോട്ട് പോവുകയുള്ളൂ. അത് ഞാൻ തൃക്കുമാരനും മാതാവിനും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കും. ഞാൻ എല്ലാവർക്കും വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതൽ സമയവും ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ മാതാവ് അറിഞ്ഞു തന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്നും ചോദിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് മാതാവ് ഞാൻ ഇപ്പം എല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെപ്പോലെ എല്ലാവർക്കും സാക്ഷ്യം പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ മാതാവിനോട് തൃക്കുമാരനോട് ഞാൻ പറയുന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ പേര് ലോജിന ലോനായി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ഇടവകാംഗമാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ ആദ്യം നിൽക്കുന്നത്. ആദ്യത്തെ ഞാൻ 8/4/2024 ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട്. അന്ന് ഞാനിവിടെ വന്നത് വളരെയധികം വിഷമത്തിലാണ്. കാരണം എൻ്റെ ജോലിയാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വന്നത്. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ഗവൺമെൻറ് ജോലി ദൈവം തരികയും ക്ലാസ് 4 ജീവനക്കാരിയായിട്ടാണ് ജോലിയിൽ എനിക്ക് കിട്ടിയത്. FTM ആയിട്ടായിരുന്നു. പക്ഷേ FTMൽ 6 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തെങ്കിലും അവസാനം പിയൂണിൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഡിഗ്രി എന്നുള്ള ക്വാളിഫിക്കേഷൻ കൂടുതലായതുകൊണ്ട് ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ആ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ലോണുകളും പൈസകളൊക്കെ അതിന് ചിലവാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകാരണം കൊണ്ട് വളരെയധികം വിഷമത്തിൽ ഇനിയൊരു ജോലിയില്ല, 15 ദിവസത്തിനുള്ളിൽ ജോലിയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാണ് എനിക്ക് എൻ്റെ മേലധികാരി കടലാസുകൾ തന്നത്. അത് വെച്ചാണ് ഞാനിവിടെ വന്നതും ഉടമ്പടി എടുത്തതും. ആ ഉടമ്പടിയിൽ വളരെ വിശ്വസ്തയോടെ എനിക്ക് നിലനിൽക്കാനും സാധിച്ചു. ഞാൻ ആ ഉടമ്പടിയിൽ തന്നെ 90 ദിവസം പൂർത്തീകരിക്കുന്ന ദിവസമാണ് എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ ലഭിക്കുകയും അതെൻ്റെ ജീവിതത്തിൽ ആ കൃപാസന മാതാവിനെ ഒത്തിരി വിശ്വസിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇടവന്നു. ഒന്നും കൂടിയും അതുപോലെ തന്നെ എൻ്റെ ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൃത്യം 90-ാം ദിവസം ഉടമ്പടിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും ഞാനിപ്പോൾ ഈ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജോലിയിൽ എനിക്ക് ഇനി പ്രൊമോഷന് വേണം. അതും മാതാവ് എനിക്ക് തരുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകനാണ്. എൻ്റെ മകന് ITA വളരെ പഠനത്തിൽ മോശമാണ് അവൻ. എന്നിരുന്നാലും അവൻ SLCയും +2 ഒക്കെ പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ITAക്ക് അവന് കമ്പ്യൂട്ടർ ആൻഡ് സ്റ്റെനോഗ്രാഫിയാണ് അവൻ എടുത്തത്. അത് വളരെയധികം ബുദ്ധിമുട്ട്. ആദ്യം വിചാരിച്ചു അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം വന്നപ്പോൾ അവനത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ പാസ്സാകുമെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കാരണം തന്നെ എഴുതണം. അതിന് നമുക്കറിയാം സ്റ്റെനോഗ്രാഫിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീയും ഉടമ്പടി എടുക്കുക, നമുക്ക് 2 പേർക്കും ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാനും അവനും ഉടമ്പടിയിൽ രണ്ടാമതും വന്നപ്പോഴും നിയോഗം വെച്ച് അത് പ്രാർത്ഥിച്ചു. അവൻ്റെ റിസൾട്ട് ഈ അടുത്ത ദിവസം തന്നെ വരികയും അവൻ അതിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. അതുപോലെ തന്നെ അവന് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വലിയൊരു സംരക്ഷണം കൃപാസനം ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംരക്ഷണം ലഭിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കണ്ണിൻ്റെ മിണ്ടയിൽ എനിക്ക് ഒരു കുരു വരികയും ആ കുരു ഞാൻ ഒരു സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് അത് കീറി കളയണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഇതിൽ വിശ്വസിച്ച് ആ കണ്ണിൻ്റെ മിണ്ടയിൽ എണ്ണ നമ്മുടെ ഉടമ്പടി തൈലം പൂശി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ആ കണ്ണിലെ കുരു എൻ്റെ മാറി കിട്ടുകയും പ്രത്യേകം ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇത്രയും അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നത്, ക്ലാസ് 4 ജീവനക്കാരിയായിരുന്നിട്ട് വളരെ തുച്ഛമായ ശമ്പളമാണ് നമുക്ക് നമ്മുടെ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നതും. എന്നിരുന്നാലും അതിൽ നിന്ന് ഒരു ദശാംശം പോലെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിന് മാസാവസാനം വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അതും ദൈവം അങ്ങനെ കൊടുക്കും തോറും നമുക്ക് ലഭിക്കും എന്ന് പറയുന്നത് പോലെ അതെനിക്കിപ്പോഴും ഏത് രീതിയിലായാലും എനിക്ക് പൈസ ലഭിക്കാറുണ്ട്. എനിക്ക് ഒരു മുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്നും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും അതുപോലെ തന്നെ 5:30-ക്കുള്ള നമ്മുടെ അനുദിന പ്രാർത്ഥന കേൾക്കുകയും അച്ഛൻ പറയുന്ന ക്ലാസ് മുടങ്ങാതെ കേൾക്കുകയും, ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ല സ്കൂളുകളിലാവുമ്പോൾ നമുക്കറിയാം കുട്ടികളില്ലാത്ത ദിവസം നന്നായി ക്ലീനിങ്ങും അങ്ങനെയുള്ള ജോലികളും ഉണ്ട്. ആ സമയത്ത് എനിക്ക് ഇയർഫോൺ വെച്ച് ഞാൻ എൻ്റെ ജോലിയിൽ ആ ധ്യാനം കേൾക്കുന്നത്, അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ശക്തി എനിക്ക് ലഭിക്കാറുണ്ട്. ആ ധ്യാനം കേൾക്കുമ്പോൾ അതിൽ നിൽക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ പല ആളുകളും ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് എന്നുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് ക്ഷമിച്ച് അടുത്ത ദിവസം തന്നെ അവരോട് സംസാരിക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തന്നത്. പിന്നെ നമുക്ക് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനമാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നതും അത് എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുകയും, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ ബൈബിൾ വായന ഞാൻ ഒരിക്കലും മുടക്കും. ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴും ബൈബിളിലെ വചനം ഞാൻ എടുത്തു നോക്കും. എന്തുകൊണ്ടാണ് എനിക്ക് ജ്ഞാനം തന്നത് എന്ന് ഓർക്കും. പക്ഷേ എന്നും എനിക്ക് ലഭിക്കുന്ന വചനം ജ്ഞാനത്തെ പറ്റിയാണ്. അത് ഒത്തിരി അതിൽ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രത്യേകം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഇനിയും എനിക്ക് തരുമെന്നും, ഞാൻ ജോലിയിൽ വീണ്ടും സ്ഥിരതയോടുകൂടി പ്രൊമോഷൻ ലഭിച്ച് ഇനി എനിക്ക് നന്ദി പറയാൻ ഒരവസരം മാതാവ് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ